പ്രിയപ്പെട്ടവരെ, ഇന്ന് നോമ്പ് 3. എല്ലാവർക്കും റമദാൻ മുബാറക്. ഈ വീഡിയോ യഥാർത്ഥത്തിൽ ഞാൻ ഇന്നലെയോ മിനിഞ്ഞാന്നൊക്കെ ആയിട്ട് ഇടേണ്ടതായിരുന്നു, പക്ഷേ സാധിച്ചില്ല. സാഹചര്യങ്ങളുടെ സമ്മർദ്ദം മൂലം എന്നൊക്കെ പറയൂലേ, പണികളുടെ ആധിക്യം ഒക്കെ ആയിരുന്നു കാരണം. നോമ്പിൻ്റെ മുന്നുള്ള നനച്ചുളി, അതുപോലെ വീടിലേക്ക് വേണ്ടുന്ന കുറച്ച് കാര്യങ്ങൾ നമ്മൾ നോമ്പ് പ്രമാണിച്ചിട്ട് നോമ്പിൻ്റെ വരവേൽക്കാൻ വേണ്ടിയിട്ട് നോമ്പിൻ്റെ ഏറെക്കുറെ ഒരാഴ്ച മുന്നേ തന്നെ ഷോപ്പൊക്കെ ക്ലോസ് ചെയ്തിരുന്നു. അപ്പോഴൊക്കെ ആൾക്കാർ ചോദിക്കുന്നുണ്ടായിരുന്നു, എന്താ നിങ്ങൾ കട തുറക്കാത്തത്, കട തുറന്ന് കാണുന്നില്ലല്ലോ, ഷട്ടർ അടച്ചിട്ട് കിടക്കുകയാണ്, എന്താ പരിപാടി, എന്താ പറ്റിയതെന്ന്. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യം ഇതാണ്, നോമ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ കൊല്ലത്തിൽ ഒരു പ്രാവശ്യം സംഭവിക്കുന്ന ഒരു ഇതാണല്ലോ. അപ്പം ഏത് മതത്തിൻ്റെതായിരുന്നാലും, ഇസ്ലാം എന്നോ അല്ലെങ്കിൽ ക്രിസ്ത്യൻ എന്നോ ഹിന്ദു എന്നോ എന്നുള്ള വ്യത്യാസമൊന്നുമില്ല. ഏത് മതത്തിൻ്റെതായിരുന്നാലും അതിൻ്റെ ഓരോ ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കൊല്ലത്തിൽ ഒരു പ്രാവശ്യം വരുന്ന സംഭവമായതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള സന്തോഷങ്ങളും അതിനുള്ള ആരവാരങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട്, ആ ഒരു തയ്യാറെടുപ്പിന് വേണ്ടിയിട്ട് നമ്മൾ പോയി ക്ലോസ് ചെയ്തിട്ടതായിരുന്നു. കുറച്ചധികം പണികളുണ്ടായിരുന്നു. മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യുക, പിന്നെ നമ്മൾ കടയിൽ ഓരോരോ ഇന്നോവേഷൻസ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പുതുമൊക്കെ കൊണ്ടുവരുന്നത് ഈ നോമ്പിനോട് അടുപ്പിച്ചിട്ടാണ്. കൊല്ലത്തിൽ ഒരു തവണയൊക്കെയാണ് നമ്മൾ പുതിയ എന്തെങ്കിലുമൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരിക. അപ്പോൾ ഇപ്രാവശ്യത്തെ മാറ്റം എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്, അല്ലെങ്കിൽ കാണാൻ പോകുന്നതാണ് കേട്ടോ. നമ്മൾ കുറേ തിരഞ്ഞിട്ടാണ് ഈ ഒരു മാല കിട്ടിയിട്ടുള്ളത്. കാരണം നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കിയ സമയത്ത് ഒരാഴ്ച മുന്നൊക്കെ നോക്കിയാണ്. അപ്പോൾ കുറേ സമയം എടുത്തിട്ട്, ഇപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാണ് നമ്മൾ ഓൺലൈൻ ഫ്ലിപ്കാർട്ടിൽ ഓർഡർ ചെയ്തിട്ടുള്ള ഒരു സംഭവം കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഭയങ്കര നഷ്ടമായിട്ടാണ് തോന്നിയത്. വേണമെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു മാല എവിടെ നിന്ന് കിട്ടും എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞുതരാം കേട്ടോ. വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി, പറഞ്ഞുതരാം. സത്യം പറഞ്ഞാൽ ഈ മാല കെട്ടിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരു 2-3 ദിവസത്തെ പണിയായിരുന്നു കേട്ടോ. അളവെടുത്ത് മുറിച്ച് കയറ് കെട്ടി ഇങ്ങനെയൊക്കെയുള്ള കുറച്ച് പണിയുള്ളത്. ഇപ്പോൾ പണി എന്ന് പറയുന്നത് നമ്മൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന സമയത്ത് നമ്മളത് ആസ്വദിച്ച് ചെയ്യും. ഇപ്പോൾ നമ്മൾ ശമ്പളത്തിന് പണിയെടുക്കുകയാണെങ്കിലും ശമ്പളം കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിലും നമ്മൾ ആസ്വദിച്ച് ചെയ്യും എന്നുള്ളതാണ്. പക്ഷേ ഇത് കുറച്ചും കൂടി രസമായിരുന്നു ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ കുറച്ച് ലൈറ്റ് സെറ്റിങ്സ്, പിന്നെ എല്ലാ കൊല്ലത്തെയും പോലെ അല്ലെങ്കിൽ എല്ലാ ദിവസത്തെയും പോലെ തന്നെ കുറച്ച് പർച്ചേസിങ്, പിന്നെ നോമ്പാകുമ്പോഴേ കുറച്ച് കൂടുതലായിട്ടുള്ള പർച്ചേസിങ് ഉണ്ടാകും. കുറച്ച് ക്വാണ്ടിറ്റി കൂടും, ഐറ്റംസിൻ്റെ എണ്ണവും കൂടും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇന്നലെ, അതായത് രണ്ടാമത്തെ നോമ്പിൻ്റെ അന്ന് രാത്രിയിൽ ഷോപ്പ് ഓപ്പൺ ആക്കണം എന്ന് കരുതിയതായിരുന്നു. പക്ഷേ സാധിച്ചില്ല. ഒന്ന്, നമ്മൾ വർക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല, പിന്നെ കറണ്ടിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായിരുന്നു. കറണ്ട് ഇന്നലെ ഉച്ചയ്ക്ക് പോവും, എന്നിട്ട് രാത്രി നൈറ്റ് 10 മണിയൊക്കെ ആകുമ്പോഴത്തേക്ക് വരുള്ളൂ എന്നുള്ള അറിയിപ്പൊക്കെ കിട്ടിയപ്പോൾ പിന്നെ നമ്മൾ റിസ്ക് എടുക്കണ്ടല്ലോ, വെറുതെ നമ്മൾ കൊണ്ടുവച്ചിട്ടുണ്ടാക്കിയ സാധനങ്ങൾക്ക് കേടൊന്ന് പോകുന്നുള്ള ഒരു ഇതായപ്പോൾ പിന്നെ ഇന്നലെ തുറന്നില്ല. അപ്പം ഇന്ന് തുറക്കാനുള്ള പ്ലാനാണ്. അതിനിടയ്ക്ക് ചില ആൾക്കാരൊക്കെ ഇവിടെ വന്നു പോകുന്നുണ്ട് കട തുറന്നിക്കണമെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ചില ആളുകൾ വിളിച്ച് ചോദിക്കുന്നുണ്ട്, കട തുറക്കണില്ലേ, എന്നാ തുറക്കണമെന്ന് ചോദിച്ചിട്ട്. നമ്മളെ കാണാതാവുന്ന സമയത്ത് നമ്മൾ ആളുകൾ അന്വേഷിക്കുന്നുണ്ട് എന്നൊക്കെ അറിയുന്ന സമയത്ത് വല്ലാത്തൊരു സന്തോഷമാണ്. തിന്നാനും കുടിക്കാനുള്ള മാസമല്ല റമദാൻ, ഇബാദത്തിന് വേണ്ടിയിട്ടുള്ള മാസമാണ് എന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. പക്ഷെ എന്നിരുന്നാൽ പോലും കൊല്ലത്തിൽ ഒരു തവണ മാത്രം വരുന്നതായതുകൊണ്ടാണ് ആളുകൾക്ക് റമദാനോട് ഒരു പ്രത്യേക ഇഷ്ടം, റമദാനിലും മാത്രമായിട്ട് പ്രത്യേകമായിട്ടുള്ള ഒരുക്കങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. അതേ മറ്റൊരർത്ഥത്തിൽ കാണാതിരിക്കുക, അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അപ്പോൾ ഈ റമദാനിൻ്റെ പോരിഷ കൊണ്ട് എല്ലാവർക്കും നല്ലത് മാത്രം സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ കടയിൽ കാണാം കേട്ടോ. ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. ഞാൻ